ഹലോ, നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു സ്മാരകമാണ്. നമ്മുടെ നാട്ടിൽ മഹാന്മാരുടെ പേരിൽ പലതരം സ്മാരകങ്ങൾ പണിയാറുണ്ടല്ലോ. അതിൽ നിന്നും നിർമ്മാണത്തിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു സ്മാരകമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ജോൺ എഫ് കെന്നഡി മെമ്മോറിയൽ പ്ലാസ. 1970 ഫിലിപ്സ് ജോൺസൺ എന്ന അമേരിക്കൻ വാസ്തുശില്പിയാൽ നിർമ്മിതമായ സ്മാരകമാണ് ജോൺ എഫ് കെന്നഡി മെമ്മോറിയൽ പ്ലാസ. അമേരിക്കയിലെ ഏകതാര സംസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്ന ടെക്സസ് സ്റ്റേറ്റിലെ ഡാലസ് നഗരകേന്ദ്രത്തിലാണ് ഈ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. കൃത്യമായി പറഞ്ഞാൽ US-ലെ 35ാമത് പ്രസിഡൻ്റായ ജോൺ എഫ് കെന്നഡി കൊല ചെയ്യപ്പെട്ട സ്ഥലത്തിൻ്റെ 200 അടി അകലെ. കെന്നഡിയുടെ ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തെ പ്രതീകമാക്കിയുള്ള ഒരു ശവകുടീരമാണ് ഫിലിപ്പ് ജോൺസൻ്റെ രൂപകൽപ്പന. ശില്പിയുടെ വാക്കുകൾ കടമെടുത്താൽ ഈ സ്മാരകം ഒരു ശാന്തമായ അഭയകേന്ദ്രം, ചുറ്റുമുള്ള നഗരത്തിൽ നിന്ന് വേർപെടുത്തി, എന്നാൽ ആകാശത്തിനും ഭൂമിക്കും സമീപം ചിന്തയുടെയും ധ്യാനത്തിൻ്റെയും ഒരു അടച്ച സ്ഥലമാകുന്നു. ചതുരാകൃതിയിൽ പണിതിട്ടുള്ള മേൽക്കൂരയില്ലാത്ത ഈ സ്മാരകം 30 അടി ഉയരവും 50 അടി വീതിയും 50 അടി നീളവും ഉള്ളതാണ്. വടക്കും തെക്കും ദിശകളിലായി അഭിമുഖമായി നിർമ്മിച്ചിട്ടുള്ള 2 ഇടുങ്ങിയ ഓപ്പണിങ്സ് ഇതിൻ്റെ പ്രത്യേകതയാണ്. സ്മാരക ഭിത്തികൾ നിർമ്മിച്ചിരിക്കുന്നത് 72 കോൺക്രീറ്റ് തൂണുകൾ ഉപയോഗിച്ചാണ്. ഓരോ കോണുകളിലും 2 എണ്ണം വീതം 8 തൂണുകൾ സ്മാരകത്തെ താങ്ങി നിർത്തുന്ന കാലുകളായി വർത്തിക്കുന്നു. മേൽക്കൂരയില്ലാത്ത ഈ മുറിയുടെ കോണുകളും വാതിലുകളും കോൺക്രീറ്റ് വൃത്തങ്ങളുടെ നിരകളാൽ അലങ്കരിച്ചിരിക്കുന്നു. ജോൺ എഫ് കെന്നഡി മെമ്മോറിയൽ പ്ലാസയുടെ അകത്ത് 8 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു ഇരുണ്ട ഗ്രാനൈറ്റ് സ്ഥാപിച്ചിരിക്കുന്നതായി കാണാം. ഈ ഗ്രാനൈറ്റിൻ്റെ തെക്കും വടക്കും മുഖങ്ങളിൽ സുവർണ ലിപികളാൽ ജോൺ ഫിറ്റ്സ്ജെറാൾഡ് കെന്നഡി എന്ന് കൊത്തിവെച്ചിരിക്കുന്നു. ഈ ഒഴിഞ്ഞ ശവകുടീരത്തിലെ വാക്കാലുള്ള ഏക സന്ദേശം അതിപ്രശസ്തമായ ഈ പേരിൻ്റെ 3 വാക്കുകൾ മാത്രമാണ്.